അഭിരുചി കിച്ചണിൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി സേമിയ കസ്റ്റാർഡ് ഫലൂദയാണ്. ഇതിനധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് ഫ്രൂട്ട്സും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സേമിയ, പിന്നെ വേണ്ടത് കുറച്ച് കസ്റ്റാർഡ് പൗഡറാണ്. ഇതെല്ലാം ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ ഒരു ഫലൂദ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ള ഫ്രൂട്ട്സ് ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഓറഞ്ച് ചെറുതായി അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗ്രേപ്സ്. ഇത്രയും ഫ്രൂട്ട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഫ്രിഡ്ജിലേക്ക് ഇത് നന്നായി തന്നെ തണുക്കുവാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കുക. ഇനി അടുത്തതായി ചെയ്യേണ്ടത് കുറച്ച് സേമിയ, അത് നമുക്ക് പാലിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനാദ്യം തന്നെ ഒരു 1/4 കപ്പ് സേമിയ എടുത്ത് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം അത് നന്നായി തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനിവിടെ 2.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് വേണം നമുക്ക് ഈ സേമിയ ഇട്ട് വേവിച്ചെടുക്കാൻ. പാല് തിളച്ച് വരുന്ന സമയമാകുമ്പോഴേക്കും ഒരു 1.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് പാലൊഴിച്ച് അത് നന്നായി തന്നെ ലംസൊന്നും ഇല്ലാതെ ഒന്ന് കലക്കി വെക്കണം. ഇതുകൂടി വേണം നമുക്ക് സേമിയയിലേക്ക് ചേർക്കാൻ. ഇപ്പോൾ പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് സേമിയ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറുകി വന്ന് നന്നായി വെന്തതിന് ശേഷം വേണം ഇതിലേക്ക് ഒരു 7 ടേബിൾ സ്പൂൺ ഷുഗർ ഒന്ന് ചേർത്ത് കൊടുക്കാൻ. അപ്പോഴേക്കും നമുക്ക് ഈ കസ്റ്റാർഡ് പൗഡർ ഒന്ന് ലംസൊന്നും ഇല്ലാതെ തന്നെ ഒന്ന് കലക്കി വെക്കാം. സേമിയ ഇപ്പോൾ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 7 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നേരത്തെ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിക്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. അതിനുശേഷം അടിയിൽ പിടിക്കാതെ നന്നായി തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ ഇത് തണുക്കാനായി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇപ്പോൾ കസ്റ്റാർഡിനുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ തണുക്കാനായി മാറ്റി വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ നമ്മുടെ ഇപ്പോൾ ഉണ്ടാക്കിയ കസ്റ്റാർഡ് സേമിയ മിക്സ് കൂടി ചേർക്കുക. അതിനുശേഷം പിന്നെയും ഫ്രൂട്ട്സ്, പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് സ്ട്രോബെറി ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെയും ഫ്രൂട്ട്സ് ഇട്ട് കസ്റ്റാർഡ് ഇട്ട് അങ്ങനെ പിന്നെ ഏറ്റവും അവസാനമായി ടൂട്ടി ഫ്രൂട്ടിയോ ചെറിയോ അതെന്താ നമ്മുടെ ഇഷ്ടം എന്ന് വിചാരിച്ചാൽ അത് ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്യുക. അങ്ങനെ നല്ലൊരു സേമിയ കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലേക്ക് കൂടി അറിയിക്കുക. ഇനി നല്ലൊരു റെസിപ്പിയായി അടുത്ത വീഡിയോയിലേക്ക് കൂടി കാണാം.